പ്രവാസ ലോകത്തെ വാർത്തകൾ. പ്രവാസികൾക്കായി ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച് ഒമാൻ. വിദേശ നിക്ഷേപം രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ദീർഘകാല വിസയ്ക്ക് പിന്നാലെ വിദേശികൾക്കായി ഗോൾഡൻ റെസിഡൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒമാൻ. രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം ലക്ഷ്യമിട്ടാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. സലാലയിലെ സുൽത്താൻ ഖാബൂസ് യുവജന സാംസ്കാരിക വിനോദ കേന്ദ്രത്തിൽ നടന്ന സുസ്ഥിര ബിസിനസ് പരിസ്ഥിതി ഫോറത്തിന്റെ ഭാഗമായി ദോഫാർ ഗവർണർ സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സെയ്ദിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു പ്രഖ്യാപനം. 2025 ഓഗസ്റ്റ് 31 മുതൽ ഈ പദ്ധതികൾ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ദീർഘകാല നിക്ഷേപ താൽപ്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഗോൾഡൻ റെസിഡൻസി പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. കമ്പനികളുടെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ട്രാൻസ്ഫറുകൾക്ക് ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ വഴിയുള്ള ഡിജിറ്റൽ സേവനം ലഭ്യമാകും. ഇതുവഴി നിക്ഷേപകർക്ക് സമയവും ചെലവും കുറയ്ക്കുന്ന രീതിയിൽ സേവനം ലഭ്യമാകും. കമ്പനികളുടെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ട്രാൻസ്ഫറുകൾക്ക് ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ വഴിയുള്ള ഡിജിറ്റൽ സേവനം ലഭ്യമാകുന്നതോടെ നിക്ഷേപകർക്ക് സമയവും ചെലവും കുറയുന്ന രീതിയിൽ സേവനം ലഭ്യമാകും. ബിസിനസ് ഇടപാടുകളുടെ ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കുന്നതിനും ഈ സംവിധാനം സഹായകരമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയത് യുക്രൈനെതിരെ റഷ്യ ആക്രമണം നിർത്താനെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. റഷ്യയെ സമ്മർദ്ദത്തിലാക്കിയെന്നും വാൻസ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയത് യുക്രൈനെതിരായ യുദ്ധവും ആക്രമണവും നിർത്താൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിനാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അഭിപ്രായപ്പെട്ടു. റഷ്യ എണ്ണ വിറ്റ് പണമുണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ചൈന റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുമ്പോഴും അവർക്കെതിരെ താരിഫ് വർദ്ധിപ്പിക്കാത്തതിനെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചില്ല. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും കച്ചവടത്തിനുമനുസരിച്ചാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്ന് ഇന്ത്യ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് മേൽ അധിക നികുതി ചുമത്തിയത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വരുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് JD വാൻസിന്റെ വാദം പുറത്തുവരുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് JD വാൻസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചതിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. യുദ്ധം നിർത്തിയാൽ റഷ്യയ്ക്ക് ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് മടങ്ങിവരാം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടും എന്നും വാൻസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമായി സലാം എയർ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് ആശ്വാസമാകും. ഒമാനിലെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം. 19.99 റിയാൽ മുതലാണ് ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നത്. എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ഫെയേഴ്സ് എന്ന പേരുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് സലാം എയറിന്റെ നടപടി. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്കും വിവിധ GCC രാജ്യങ്ങളിലേക്കുമാണ് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുന്നത്. മസ്കറ്റിൽ നിന്ന് 20ലധികം സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനുള്ള അവസരമാണ് യാത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കോഴിക്കോടിന് പുറമെ ബംഗളൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി, ദോഹ, ദുബായ്, ദമാം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് 19.99 റിയാലിന് ടിക്കറ്റ് ലഭിക്കും. ലൈറ്റ് ഫെയർ വിഭാഗത്തിൽ 5 കിലോ ഹാൻഡ് ലഗേജും അനുവദിക്കും. ഈ മാസം 28-ാം തീയതി വരെയുള്ള ബുക്കിംഗുകൾക്കാണ് ഓഫർ ലഭിക്കുക. ഈ ടിക്കറ്റുകൾ ഉപയോഗിച്ച് ഒക്ടോബർ 1-നും നവംബർ 30-നും ഇടയിൽ യാത്ര ചെയ്യാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റിൽ വ്യാപക പരിശോധന. ഒരാഴ്ചക്കിടെ കണ്ടെത്തിയത് 31,000-ലധികം ട്രാഫിക് നിയമലംഘനങ്ങൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ 31,153 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1088 വാഹനാപകടങ്ങളാണ് കുവൈറ്റിലുണ്ടായത്. ഇതിൽ 159 അപകടങ്ങളിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുകയോ പരിക്കുകൾ ഉണ്ടാകുകയോ ചെയ്തു. 929 അപകടങ്ങളിൽ വസ്തുക്കൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. 6 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 51 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിലായവരിൽ 3 വിദേശികൾ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടവരും 48 പേർ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരുമാണെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.